ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബെസ്റ്റ് 3 സ്ക്രീൻ റെക്കോർഡേഴ്സ്. ഇപ്പം ഞാൻ പി സിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ വോയിസ് ഇടാൻ സാധിക്കുന്നില്ല, കാരണം ചെറിയ കുഴപ്പങ്ങൾ കാരണം. അപ്പോൾ നമ്മൾ ബെസ്റ്റ് 3 സ്ക്രീൻ റെക്കോർഡേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചിലർക്ക് മനസ്സിലായി കാണും ആദ്യത്തെ 2 ഫോട്ടോ കണ്ടിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അത് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം എനിക്ക് നോട്ടിഫിക്കേഷൻ അയച്ചുതരുന്നതായിരിക്കും. അപ്പം ആദ്യത്തേന്ന് വെച്ചാൽ മോബിസൺ സ്ക്രീൻ റെക്കോർഡർ എന്നാണ്. ഞാനവിടെ കാണിച്ചു തരാം. ഇങ്ങനെ അടിച്ചു കൊടുക്കുക മോബിസൺ. അത് കഴിഞ്ഞിട്ട് ആദ്യത്തേത് നിങ്ങൾ സെലക്ട് ചെയ്യുക, കാരണം മറ്റേതെല്ലാം ഓരോ ഇതിന് വേർഷന് വേണ്ടിയുള്ളതാണ്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല, നിങ്ങളെ കാണിച്ചു തരാം. കാരണം എൻ്റെ കയ്യിൽ വേറെ റെക്കോർഡേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഫോണിൻ്റെ അകത്ത് തന്നെയുള്ള റെക്കോർഡർ തന്നെയാണ്. അതിൻ്റെ അകത്താണ് വോയിസും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വോയിസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ സൂപ്പർ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിന് ലൈവൊക്കെ ഇടാൻ സാധിക്കും. ലൈവ് ഇടണ ഇതിൻ്റെ വേറെ ഒരു ഇതുണ്ട്, മൊബിസൺ ലൈവ് എന്നും പറഞ്ഞ്. അത് നിങ്ങൾക്ക് അറിയണം. അതുമല്ല, അത് ഇതിന് എഡിറ്റിങ്ങിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഞാൻ ഈ കാണിക്കുന്ന 3 എഡിറ്റിങ്ങിന് സെറ്റപ്പ് ഉള്ളതാണ്. കാണാൻ സാധിക്കും. ഗെയിമെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. എല്ലാത്തിലും ഗെയിം റെക്കോർഡ് ചെയ്യും, പക്ഷേ ചിലതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഗെയിം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് കാണുമ്പോൾ തന്നെ അത് ഗെയിമല്ല, ചുമ്മാ ഒരു സർഫസായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തെ ഇതിലോട്ട് കിടക്കുകയാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ DU റെക്കോർഡറാണ്. ഇപ്പം ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് ചൈനയുടെ ഇത് കാരണം നമ്മുടെ ഇവിടെയൊക്കെ ബാൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്തപ്പം കിട്ടി. വലുതായിട്ട് ഇത് ശരിക്കത്തെ വേർഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ ഇവിടെ ബാൻ ചെയ്തതായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത് ബാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്താൽ അത് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുന്ന ഇതാണ് ഈ DU റെക്കോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതിന് വാട്ടർമാർക്ക് കാണും, അത് ചെറിയൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. പിന്നെ 1 മണിക്കൂറൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേന് അത് നമുക്ക് കിട്ടാതൊക്കെ വരും. കുറച്ച് നേരം റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതാണ് 2ാം സ്ഥാനത്തേക്ക് പോയത്. എല്ലാവരും 1ാം സ്ഥാനം കിട്ടുന്നതായിരുന്നു. അപ്പോൾ 1ാം സ്ഥാനം കിട്ടിയേക്കുന്ന AC സ്ക്രീൻ റെക്കോർഡറിനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നേരിട്ട് ലൈവിന് പോവാം. ലൈവ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ലൈവ് സ്ട്രീമിങ്ങിനൊക്കെ പോകാം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പം. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകളുണ്ട്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ചുമല കളറിലൊക്കെ അത് നമ്മുടെ ആദ്യം എടുക്കുന്ന എഡിറ്റിങ് ക്വാളിറ്റിയുടെയാണ്. അപ്പോൾ ഈ 3 ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടോപ്പ് 3 നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ടിപ്സിൻ്റെ ഈ പുതിയ അധ്യായത്തിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്, മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോയുമായി വേറൊരു അധ്യായത്തിൽ കാണാം.